പ്രേംനസീർ സാർ ഇവിടെ വിട്ട് പോയി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ ആറ്റിങ്ങൽ ചിറയൻകീഴ് സാറിനെ കുറിച്ച് നല്ല മതിപ്പാണ്. കാരണം പാവങ്ങളെ ഒരുപാട് സഹായിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം അതുകൊണ്ട് പ്രേംനസീർ സാർ എൻ്റെ മനസ്സിനകത്തുള്ള ഒരു വ്യക്തിത്വം. അപ്പം നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരെ, ഞാൻ സെൽഫിഷ് അല്ല, നമ്മുടെ കൂടെ ഉള്ള പലരെയും സഹായിക്കാനും താഴെത്തട്ടിലെ ഒരുപാട് കുട്ടികളെ പുതുതലമുറയിലെ ഉയർത്തിക്കൊണ്ടുവരാനും തീർച്ചയായിട്ടും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഇന്ന് വരെയാണ്. ഇപ്പം എൻ്റെ 37ാമത്തെ സിനിമയാണ് കഴിഞ്ഞത്. ഇനി കുറേ സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട്. ആലിയിൽ 32 പേർക്ക്, എന്നോടൊപ്പം പല സിനിമകളിൽ അഭിനയിച്ചവർക്കും അല്ലാതെ പുതിയ ആൾക്കാർക്ക് ഉൾപ്പെടെ ഇതിനകത്തേക്ക് ചാൻസ് കൊടുക്കാൻ കഴിഞ്ഞു. 6-7 ടെക്നീഷ്യൻസിന് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പം നമ്മളൊരു കൂട്ടായ്മയെ പോവുകയാണെങ്കിൽ നമ്മുടെ മലയാളി കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ചാൻസുകൾ കൊടുക്കാനും അവരെ വളർത്തിക്കൊണ്ടുവരാനും പറ്റും. അതുകൂടെ നമ്മൾ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസിനും മനസ്സ് വയ്ക്കണം. അപ്പം മുൻനിരയും വേണം, പുതുതലമുറയും വേണം. അങ്ങനെ ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ ഒരു നിസ്വാർത്ഥ സേവനം അല്ലെങ്കിൽ ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ചുറ്റും കുറച്ച് പാരകളുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് വയ്ക്കുമ്പം ഒരുപക്ഷെ ഇവ എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റിയാലോ, അതുകൊണ്ട് വലിച്ചിടുന്ന കുറേ സംഭവങ്ങളും ചില സ്ഥലങ്ങളിൽ അനുഭവിക്കാറുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു പോളിസിയാണ്, ഞാൻ എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ആ ലെവലിൽ തീർച്ചയായിട്ടും ആലി സിനിമ ഞാൻ ഭയങ്കര സംതൃപ്തനാണ്. ഈ സിനിമയുടെ ഇന്ന് ഇത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കൃഷ്ണ പ്രിയദർശൻ അത് അണിയിച്ചിരിക്കുക. അതുകൊണ്ട് ആലിക്ക് 100-ന് 99 മാർക്കും ഞാൻ കൊടുക്കും. കാണണം. ഓണത്തിന് ഇറങ്ങിയ നല്ലൊരു റൊമാൻറ്റിക് ലവ് സ്റ്റോറിയാണ്. പ്രത്യേകിച്ച് ഫാമിലി റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ ടൈപ്പിലാണ് വരുന്നത്. എൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞ തള്ളുപോലെയാവും. നിങ്ങളെപ്പോലെയുള്ളവർ കണ്ടവരോടും ടെക്നീഷ്യൻസിനോടും ആർട്ടിസ്റ്റുകളോടും ചോദിക്കണം. കാരണം നമ്മളാരും അമ്മയുടെ വയറ്റിൽ നിന്ന് ആർട്ടിസ്റ്റായിട്ട് ഇറങ്ങി വരുന്നില്ല. പിന്നെ അച്ഛനും അമ്മയും ആർട്ടിസ്റ്റുകളാണെങ്കിൽ നമുക്ക് ജനിക്കുമ്പോഴേ ഒരു പ്രത്യേക ആർട്ടിസ്റ്റിക് ടാലന്റ് ഉണ്ടാവും. അപ്പം ഞാനൊക്കെ മാട് പോലെ പണിയെടുത്തു. അപ്പം ആർക്കും പരിശീലനം നടത്തി കഴിഞ്ഞാൽ എക്സ്പീരിയൻസിലൂടെ ഇപ്പം എൻ്റെ 37 പടം കഴിഞ്ഞു. അതിലൂടെ പ്രാക്ടീസ് ചെയ്ത് എനിക്കിപ്പോൾ ഏത് വേഷം കിട്ടിയാലും ദൈവാനുഗ്രഹത്തോടെ ഒരുവിധം നന്നായി ചെയ്യാൻ കഴിയുമെന്ന് പലരും പറയുന്നുണ്ട്. അതിലും ഞാൻ ഹാപ്പിയാണ്. എന്തായാലും പറഞ്ഞു. അപ്പം എനിക്ക് ആലിയിൽ എൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ സംതൃപ്തനാണ്. കുറച്ചുകൂടെ കൂടുതൽ സീൻസ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ഒരു അത്യാർത്ഥി കൊണ്ട് നമുക്ക് തോന്നുന്നു. ഒരു ആർട്ടിസ്റ്റിന് എപ്പോഴും അതിൽ വീണ്ടും വേഷങ്ങൾ വേണമെന്നൊരു അത്യാഗ്രഹം ഉണ്ടാവണമല്ലോ. ആ അത്യാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. കൂടുതൽ പണം വേണമെന്നൊരു ആഗ്രഹം എനിക്കില്ല. പക്ഷെ കൂടുതൽ വേഷങ്ങൾ വേണം, കൂടുതൽ അവസരങ്ങൾ വേണം എന്ന ആഗ്രഹം എനിക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും കാണണം. ഓണത്തിനിറങ്ങിയ നല്ലൊരു ഫാമിലി റൊമാൻറ്റിക് കോമഡി ലവ് സ്റ്റോറിയാണ്. നിങ്ങൾ എല്ലാവരോടും എത്തിക്കണം. ഗംഭീര വിജയമാണ്. താങ്ക് യു. ഇല്ല, ഞാൻ സിനിമ നേരത്തെ കണ്ടതാണല്ലോ വെച്ചാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ തന്നെയാണല്ലോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സീൻസ് കണ്ടുകൊണ്ടാണല്ലോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത്. പിന്നെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇന്ന് അത് അനുഭവിച്ചു. നല്ല രസമുണ്ട്. പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇഷ്ടമായോ? പാട്ടുകളൊക്കെ ഇഷ്ടമായോ? ആലി എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ഒരു തീം സോങ് ഉണ്ട്. അതാണ് ഇതിൽ മെയിൻ സോങ്. അത് ഇടയ്ക്കിടയ്ക്ക് പല ഭാഗങ്ങളിലായിട്ട് ആ പാട്ട് വരുന്നുണ്ട്. എൻ്റെ ടൈറ്റിൽ കാർഡിൽ വരെ ആലി വരുന്നുണ്ട്. പിന്നെ നിന്നരികിൽ ഞാൻ എത്തി, ആ സോങ്, 2 സോങ്. പിന്നെ വേറൊരു സോങ് എനിക്ക് പാടാനും പറ്റി. മറ്റ് സംഗീതജ്ഞർ അദ്ദേഹം ചെയ്ത എരുമേലി, അതൊരു പേര് സുരേഷ് എരുമേലി ഐ തിങ്ക്. അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം അബുദാബിയിലൊക്കെയാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ ഒക്കെ സംഗീതത്തിൽ നമുക്കൊരു പാട്ട് പാടാനും പറ്റി. ഞാൻ ചെയ്തത് മാത്രമല്ല, ഞാൻ സംഗീതം ചെയ്തു. അത് പാടാനായിട്ട് നമുക്ക് പറ്റുക എന്ന് പറയുന്നത് മറ്റൊരു ബ്ലെസ്സിങ്. അതങ്ങനെ വന്നു. പിന്നെ എല്ലാം ഒത്തു വന്നു എന്ന് തോന്നുന്നു. പ്രേക്ഷകരോട് പറയാനുള്ള ആലി, എല്ലാവരും പറയുന്ന പോലെ തന്നെ ആലി കാണുക, എല്ലാ പടങ്ങളെയും സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം ഈ ആലിയെയും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആലിയെ സപ്പോർട്ട് ചെയ്യുക. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വെച്ചാൽ ഞാനതിന്റെ ഭാഗമായതുകൊണ്ട് എനിക്ക് ആലി നല്ലതാണ് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാമല്ല. ആലി നല്ലൊരു പടം തന്നെയാണ്. പക്ഷെ അത് ഓരോരുത്തരും കണ്ട് അത് വിലയിരുത്തുക, കാണുക. കാണാതെ അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ആലിയെ കാണുക. ആലി ഇവിടെ ഉണ്ട്. ഈ ഓണക്കാലത്ത് നല്ലൊരു വിഭവമാണ്. അപ്പൊ ആലിയെ കണ്ട് പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.